ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കിയതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ. ഓപ്പണറായി ഇന്ത്യൻ ടീമിൽ എത്തിയത് മുതൽ 3 സെഞ്ചുറി അടിച്ച് ഈ വർഷം ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റണ്ണടിച്ചവരിൽ മുന്നിൽ നിൽക്കുകയാണ്. കൂടാതെ പല റെക്കോർഡുകളും നേടി നിൽക്കുകയാണ്. എന്നാൽ സഞ്ജുവിന്റെ അടുത്ത മത്സരങ്ങൾ എന്ന് കാണാനാകുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇനിയുള്ള T20 മത്സരങ്ങൾ അടുത്ത വർഷം ജനുവരിയിൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പരയാണ്. IPL മെഗാലേലം വരാനിരിക്കെ സഞ്ജു സാംസൺ വിശ്രമത്തിലേക്ക് പോകുമെന്നാണ് ആരാധകർ കരുതിയത്. എന്നാൽ ആരും നിരാശിക്കേണ്ട, സഞ്ജു വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ്, അതും ക്യാപ്റ്റനായി. ഈ വർഷം നടക്കുന്ന സെയ്ദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ കേരള ടീമിന്റെ ക്യാപ്റ്റനായാണ് ഇപ്പോൾ സഞ്ജു. നവംബർ 23 ആരംഭിക്കുന്ന ടൂർണമെന്റിലെ കേരള ടീമിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സഞ്ജുവിന്റെ ടീമിന് കരുത്തായി പ്രമുഖ താരങ്ങളായ സച്ചിൻ ബേബി, രോഹൻ കുന്നുമ്മൽ, ജലക് സക്സേന, വിഷ്ണു വിനോദ് പോലെയുള്ള വെടിക്കെട്ട് താരങ്ങളുമുണ്ട്. കേരളം ഗ്രൂപ്പ് ഇയിലാണ് ഉള്ളത്. ഗ്രൂപ്പ് ഇയിൽ മുംബൈ, മഹാരാഷ്ട്ര, ഗോവ, ആന്ധ്രാപ്രദേശ്, സർവീസസ്, നാഗാലാൻഡ് എന്നിവരാണ് മറ്റു ടീമുകൾ. മുംബൈക്കെതിരായുള്ള മത്സരത്തിൽ സൂര്യകുമാർ കളിക്കുന്നുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾ തമ്മിലുള്ള മത്സരം നമുക്ക് കാണാൻ സാധിക്കും. നവംബർ 23 സർവീസസിനെതിരെയാണ് ആദ്യ മത്സരം.